മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച അനീഷ് ടി രചിച്ച കതിരാളൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിനായി ശ്രീ മണിയൻപിള്ള രാജുവിനെയും രചയിതാവ് ശ്രീ അനീഷ് ടിയെയും ക്ഷണിക്കുന്നു. കതിരാളൻ എന്ന പുസ്തകമാണ്. നിറഞ്ഞ കൈയടികൾ കൊടുക്കാം ശ്രീ അനീഷ് ടിയെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സക്സസ് ലെവലിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം തോന്നും. ഒരു പ്രത്യേക തരം ഒരു എന്താ പറയുക മനസ്സിനൊരു കുളിർമ തോന്നും അല്ലെങ്കിൽ ഒരു ആനന്ദം തോന്നും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അതിപ്പോൾ നേടിയെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. മറ്റാരും തന്നെയല്ല, ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥിയായിട്ട് പോയി, ഒരു കോമണർ മത്സരാർത്ഥിയായിട്ട് പോയി, അതിനുള്ളിൽ നിന്ന് തിരിച്ച് ഒരു സെലിബ്രിറ്റി ആയിട്ട് തിരിച്ചിറങ്ങിയതിന് ശേഷം ഒരു വലിയ രീതിയിലുള്ള റീച്ച് ഉണ്ടാക്കിയെടുത്ത വ്യക്തി അനീഷ്. ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള തരത്തിലാണ് അതിനുള്ളിൽ കയറി ചെന്നത്. ആ എഴുത്തുകാരനെ നമുക്ക് പലർക്കും അറിയത്തില്ലായിരുന്നു ആരുടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം ഇതിന് മുന്നേ തന്നെ, അതായത് ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ എഴുതി അത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. നേരമണ്ണ ആർക്കെങ്കിലും അറിയാമോ എന്നറിയത്തില്ല. പക്ഷേ ബിഗ് ബോസിനുള്ളിൽ ചെന്നതിന് ശേഷം ആ പുസ്തകത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു. അതോടൊപ്പം തന്നെ ആ പുസ്തകം ഒരുപാട് പേര് വാങ്ങിച്ചു. ഇതിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം വേറൊരു പുസ്തകം എഴുതി. അത് ഇപ്പോൾ ആദ്യ പുസ്തകം ആരും അറിയാതെയാണ് അത് പുറത്തിറങ്ങിയതെങ്കിൽ ഇപ്പോൾ ഈ ഒരു പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് എല്ലാ രീതിയിലുമുള്ള ഒരു വലിയ ക്രൗഡിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പുസ്തക പ്രകാശനം നടന്നതെന്ന് പറയുന്നത്. അത് മാതൃഭൂമി എന്ന് പറയുന്ന ആ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സാഹിത്യോത്സവത്തിൽ വെച്ച് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ ആ ഒരു നിലയ്ക്ക് അനീഷ് ഒരു സെലിബ്രിറ്റിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം. അതായത് ഒരു സാധാരണ എഴുത്തുകാരനിൽ നിന്നും ഇത്രയും വലിയ ഒരു വേദിയിൽ വെച്ച് ആ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലോട്ട് അനീഷ് മാറിയിരിക്കുന്നു. നമുക്കറിയാം അനീഷിന്റെ ആദ്യ പുസ്തകം, പക്ഷെ ഇപ്പോൾ ഈ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു പുസ്തകം ഏത് തരത്തിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതാണ് ഒരു മാറ്റം എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകത്തെ കുറിച്ച് തന്നെ ഇത് മാതൃഭൂമിയിൽ തന്നെ ന്യൂസ് ആയിട്ട് വന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ടതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതായത് ദ കോമൺ മാൻ എന്നുള്ള പ്രോഗ്രാമിൽ അനീഷ് പങ്കെടുക്കുകയും അതിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്തിക്കുന്ന ആ ഒരു കാര്യം നടത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അനീഷ് തന്നെ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതായത് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അനീഷ് എഴുതി ചേർത്ത ചില വാക്കുകൾ ഞാനൊന്ന് വായിക്കാം. ഇതൊരു സ്വപ്ന സാഫല്യമാണ്, എഴുത്തിന്റെ മേഖലയിൽ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ് കതിരാളൻ. നിങ്ങളിലേക്ക് എത്തുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. മാതൃഭൂമി പോലുള്ള ഏറ്റവും മികച്ച സഹകരിക്കാൻ കഴിഞ്ഞതും മണിയൻപിള്ള രാജു സാർ എന്റെ ബുക്ക് പ്രകാശനം ചെയ്തതും മുന്നോട്ടുള്ള യാത്രയിൽ നാഴികക്കല്ലായി കണക്കാക്കുന്നു. മാതൃഭൂമി അക്ഷരോത്സവത്തിൽ എനിക്കും എന്റെ പുസ്തകത്തിനും നൽകിയ ഹൃദ്യമായ വരവേൽപ്പിന് ഹൃദയം നിറഞ്ഞ നന്ദി. കാണാം, വീണ്ടും കാണാം. അപ്പോൾ ഒന്ന് ഓർക്കണം, ഈ പറയുന്ന തരത്തില് ആദ്യ പുസ്തകം പബ്ലിഷ് ചെയ്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇദ്ദേഹം രണ്ടാമത്തെ ഈ ഒരു കതിരാളൻ എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് തന്നെ മാതൃഭൂമി പോലുള്ള ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഇതിൽ കൂടിയാണ്. തീർച്ചയായിട്ടും അനീഷിനെ പോലെ ഒരു എഴുത്തുകാരന് ഇതിലുപരി മറ്റൊന്നും തന്നെ കിട്ടാനില്ല. ആ ഒരു സന്തോഷം, ആ ഒരു നേട്ടം, ആ ഒരു വിജയം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണെന്ന കാര്യത്തിലും സംശയമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു പ്രചോദനം തന്നെയാണ്. അതായത് ഒരു കോമൺ മാൻ, ഈ ഒരു പ്രോഗ്രാം തന്നെ ദി കോമൺ മാൻ എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു കോമൺ മാൻ, ആ ഒരു കോമണറായിട്ട് ബിബി ഹൗസിനുള്ളിൽ വന്നിട്ട് തന്നെ പോലൊരു വ്യക്തിക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അനീഷ് തന്നെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത്. അതായത് തനിക്ക് പ്രിയപ്പെട്ട മേഖലയിൽ താൻ എത്തിപ്പെട്ട ആ ഒരു ഇത്, തന്റെ രണ്ടാമത്തെ പുസ്തകം ഇത്രയധികം ഒരു വൈഡ് റീച്ച് ആയിട്ട് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് തനിക്ക് പറ്റി എന്നുള്ള ആ ഒരു നേട്ടം, ഇതൊക്കെ തന്നെയാണ് ഒരു സാധാരണക്കാരനിൽ നിന്നും ഉയർന്നു വന്നവന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അനീഷ് ഈ ഒരു നിമിഷത്തിൽ ആ ഒരു വേദിയിൽ വെച്ച് തന്നെ അത് നേടിയെടുത്തിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അനീഷ് കയ്യടി അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിന് സംശയമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അവസാനം അതിലൊരു വിജയം ഉണ്ടാകും. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എന്തായാലും ആ ഒരു സന്തോഷ നിമിഷം അനീഷ് തന്നെ ഇപ്പോൾ അനീഷിനെ സ്നേഹിക്കുന്ന, അനീഷിനെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ അത് പ്രകടമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള പുസ്തകങ്ങൾ, അതോടൊപ്പം തന്നെ ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമായി മാറട്ടെ.